പരപ്പൻപാറയിൽ കുടുങ്ങിയ 12 പേർക്കായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ്. 12 പേരും ഒരു മൃതദേഹവുമാണ് പരപ്പൻപാറയിൽ കുടുങ്ങിക്കിടക്കുന്നത്. വിവരങ്ങളുമായി വിജിൻ ചേരുകയാണ്. വിജിൻ, ഈ പരപ്പൻപാറയിൽ എങ്ങനെയാണ് ഇവർ കുടുങ്ങിപ്പോയത്? രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? മനു, അതീവ ദുഷ്കരമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. നേരത്തെ ഈ സൂചിപ്പാറയിൽ 18 പേരെയും ഒരു മൃതദേഹവും കണ്ടെത്തിയിരുന്നു. അതിനുശേഷം എയർലിഫ്റ്റിംഗ് വഴിയാണ് അവരെ പുറത്തെത്തിക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്തത്. ഇപ്പോൾ ഈ സൂചിപ്പാറയുടെ തൊട്ടടുത്ത പരപ്പൻപാറയിലാണ് 12 ആളുകളെയും ഒപ്പം തന്നെ ഒരു മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ഫയർഫോഴ്സ് അംഗങ്ങൾ ഉൾപ്പെടെ അങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. കാരണം വലിയ തരത്തിലുള്ള ഈ പുഴയുടെ ഭാഗത്ത് വലിയ തരത്തിലുള്ള ചളി അടിഞ്ഞുകൂടി ഏകദേശം 4 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് വേണം അവിടെ എത്താൻ എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ അതായത് പ്രദേശവാസികളും ഒപ്പം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഫയർഫോഴ്സ് അംഗങ്ങളിൽ നിന്നാണ് ഈ വിവരം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. അവരാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും മറ്റ് സംവിധാനങ്ങൾ കൂടി ഒരുക്കാനുള്ള ആലോചന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതീവ ദുഷ്കരമായത് കൊണ്ട് തന്നെ മറ്റ് അപകടങ്ങൾ ഒന്നും നിലവിൽ അവർക്കില്ല. കാരണം ഈ മൃതദേഹം എടുക്കാൻ പോയ ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഈ ആദിവാസികളുമാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. എങ്ങനെയെങ്കിലും അവിടെ എത്തി അവരെ മറുകരയിൽ എത്തിക്കുക എന്നുള്ള ഒരു അതീവ ദുഷ്കരമായ ഒരു നടപടിയാണ് നിലവിൽ ഇപ്പോൾ പരപ്പൻപാറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി സൂചിപ്പാറയിൽ കേട്ടില്ല. എയർലിഫ്റ്റിംഗിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ പരിശോധിക്കാൻ പറ്റിയ സാഹചര്യമാണോ? നമുക്കിപ്പോൾ പ്രാഥമികമായുള്ള വിവരം ലഭിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ആദിവാസികളുമാണ് ഇവിടെ അകപ്പെട്ടിട്ടുള്ളത് എന്നുള്ള വിവരം ലഭിക്കുന്നു. എയർലിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ അത്തരം ആലോചനകളും നടക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഫയർഫോഴ്സ് സംഘം അങ്ങോട്ട് കടക്കാനുള്ള ഒരു നീക്കം പലതവണയായി നടത്തി എന്നാണ് ഫയർഫോഴ്സിലെ സംഘാംഗങ്ങൾ തന്നെ നമ്മളോട് പറയുന്നത്. അവർക്ക് പക്ഷേ അതിന് സാധിക്കുന്നില്ല. ഇന്നലെയൊക്കെ കണ്ടതിന് സമാനമായ രീതിയിലുള്ള ചളിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിലൂടെ നടന്ന് അവിടെ എത്താനുള്ള സാധ്യത വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് മറ്റു വഴികൾ, ഈ എയർലിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള വഴികൾ എങ്ങനെ നടത്താൻ കഴിയും എന്ന കാര്യമാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാട്ടിലെ ഉൾവനത്തിൽ ഉൾപ്പെട്ട ഒരു ഭാഗമാണ് നിലവിൽ ഈ പരപ്പൻ പാറ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഏത് രീതിയിൽ എത്തിപ്പെടും എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ആലോചനകൾ നടക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം എന്തായാലും ലഭിക്കും. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 12 പേരും ഒപ്പം ഒരു മൃതദേഹവും അവിടെ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനു. ശരി വിജയൻ, ഏതായാലും ഗൗരവതരമായ സാഹചര്യമാണ്. അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. 12 പേരാണ് പരപ്പൻപാറ എന്ന് പറയുന്ന പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നത്. ഈ 12 പേരോടൊപ്പം തന്നെ ഒരു മൃതദേഹവും അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് രക്ഷപ്പെടുത്താനുള്ള വിവിധ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എയർലിഫ്റ്റിംഗ് അടക്കമുള്ള സംവിധാനങ്ങളുടെ സാധ്യതകൾ ഈ ഘട്ടത്തിൽ തേടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഫയർഫോഴ്സിൻ്റെ സംഘം അങ്ങോട്ടേക്ക് എത്തപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതീവ ദുഷ്കരമാണ് ആ പ്രദേശത്തേക്ക് കടന്നെത്തുക എന്നതാണ് ഏറെ വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. ഒപ്പം തന്നെ ഇനി മറ്റൊരു മാർഗ്ഗം എയർലിഫ്റ്റിംഗ് ആണ്. അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കപ്പെടുകയാണ്. വളരെ വേഗത്തിൽ തന്നെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ കൂടുതൽ സമഗ്രമായ വിവരങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. 12 പേരും ഒരു മൃതദേഹവും പരപ്പൻപാറ എന്ന് പറയുന്ന പ്രദേശത്ത് ഉൾഭാഗത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. വിജിനാണിപ്പോൾ നമുക്ക് വിവരങ്ങൾ നൽകിയത്.